ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി അധ്യായം 7 സീതാ പരിണയം. ഇതിനിടയിൽ യുവാവായ ഒരു ശിഷ്യൻ അകത്തേക്ക് ഓടിവന്ന് ഒരു കെട്ടു പനയോല എഴുത്തുകൾ വിശ്വാമിത്രൻ്റെ കൈകളിൽ വച്ചു. അദ്ദേഹം ചില താളുകൾ മറിച്ചു നോക്കി. പിന്നെ അടുത്തിരുന്ന ബഹുമാനിയായ ഒരു വൃദ്ധ തപസ്വിയുടെ കയ്യിൽ കൊടുത്ത് എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ വായിക്കാൻ പറഞ്ഞു. മിഥില ചക്രവർത്തിയായ ജനകൻ ധർമ്മനിഷ്ഠയുടെ സമുന്നതമായ പ്രഭാവം പ്രകടമാക്കുന്ന പുകൾപെറ്റൊരു യജ്ഞം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും വിശ്വാമിത്രൻ സ്വശിഷ്യന്മാരുമായി വന്ന് സാന്നിധ്യമരുളി തന്നെ ആശീർവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം പത്രിക വായിച്ചു. ഇത് കേട്ടപ്പോൾ എല്ലാവരും ആഹ്ലാദത്തോടെ പറഞ്ഞു, ശുഭം ശുഭം. വിശ്വാമിത്രൻ പറഞ്ഞു, മക്കളെ, ഇപ്പോൾ നമുക്ക് രാക്ഷസ കൂട്ടങ്ങളെ ഭയപ്പെടാതെ വനത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ട് നാളെ തന്നെ എല്ലാ ആശ്രമവാസികളോടുമൊപ്പം ഞാൻ മിഥിലയിലേക്ക് യാത്ര ആരംഭിക്കാൻ തീർച്ചയാക്കിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ രാമൻ പറഞ്ഞു, ഗുരു, തീർച്ചയായും ഇതൊരു സന്തോഷജനകമായ സംഗതിയാണ്. ഞങ്ങളെക്കൊണ്ട് ഇനി യാതൊരു ആവശ്യവുമില്ലല്ലോ. ഞങ്ങൾ ഇനി അയോധ്യയിലേക്ക് മടങ്ങട്ടെ. സദയം ഞങ്ങൾക്ക് അനുമതി നൽകിയാലും. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, കുറേ കാര്യങ്ങൾക്ക് ഞാൻ ദശരഥന് വാക്കു കൊടുത്തിട്ടുണ്ട്. അതും കൂടി പാലിക്കണമല്ലോ. അവ പാലിക്കേണ്ടതല്ലേ? നിങ്ങളെ ഞാൻ തന്നെ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനില്ലാതെ നിങ്ങൾ മാത്രമായി മടങ്ങിക്കൂടാ. മിഥില നഗരിയിൽ അതുല്യമായൊരു യജ്ഞം നടക്കാൻ പോകുന്നു. നിങ്ങളെ അയോധ്യയിൽ കൊണ്ടാക്കിയ ശേഷം യജ്ഞം ആരംഭിക്കുന്ന ദിവസം മിഥിലയിൽ എത്തിച്ചേരാൻ എനിക്ക് സമയം കിട്ടുകയില്ല. നിങ്ങൾ ഇരുവരും മിഥിലയിലേക്ക് വരാമെങ്കിൽ നിങ്ങൾക്ക് യജ്ഞവും കാണാം. അവിടെ നിന്ന് എന്നോടൊന്നിച്ച് അയോധ്യയിലേക്ക് പോവുകയും ചെയ്യാം. മടിയുടെയോ സംശയത്തിൻ്റെയോ യാതൊരു ലാഞ്ചനയുമില്ലാതെ ഈ വാക്കുകൾ കേട്ട് സാധ്യാസാധ്യതകളുടെ ആക്കത്തൂക്കം നോക്കാതെ രാമനും ഖണ്ഡിതമായി പറഞ്ഞു, ഗുരു, എൻ്റെ മുഖ്യവ്രതം പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കുകയാണ്. അതിനാൽ അങ്ങയുടെ മുമ്പാകെ ഒരു അഭ്യർത്ഥന സമർപ്പിക്കാനുണ്ട്. വിശ്വാമിത്രൻ ചോദിച്ചു, പറയൂ, എന്താണ് അഭ്യർത്ഥന? രാമൻ പറഞ്ഞു, എൻ്റെ പിതാവ് വിശ്വാമിത്രൻ്റെ യജ്ഞം അശുദ്ധിയിൽ നിന്നും അലങ്കോലപ്പെടുത്തലിൽ നിന്നും കാത്തുരക്ഷിച്ച് മഹാനായ ആ ഋഷിയെ സന്തോഷിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. വിജയശ്രീ ലാളിതരായി തിരിച്ചു വരാൻ അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടു. മറ്റു യജ്ഞങ്ങളിൽ സംബന്ധിക്കാൻ അദ്ദേഹം ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. മിഥിലയിലേക്ക് പോകണമെങ്കിൽ അച്ഛനിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങേണ്ടതില്ലേ? വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, ദശരഥൻ അതുമാത്രം കൊണ്ട് അവസാനിപ്പിച്ചില്ല. മഹർഷി ആജ്ഞാപിക്കുന്നതെല്ലാം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്കെതിരായി തരുമ്പ് പോലും പ്രവർത്തിക്കരുത്. മാത്രമല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗുരു, അങ്ങ് സ്വയം എൻ്റെ കുട്ടികളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം വഹിക്കണം. അങ്ങ് തന്നെ അവരെ ഇവിടെ കൊണ്ടുവരികയും വേണം. നമ്മൾ അയോധ്യ വിടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നീ കേട്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായ പ്രകാരം പ്രവർത്തിക്കൂ. എൻ്റെ കൂടെ മിഥിലയിലേക്ക് വരിക. അവിടെ നിന്ന് നമുക്ക് അയോധ്യയിലേക്ക് പോകാം. ഞാനും നിങ്ങളും എൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച്. അപ്പോൾ സത്യം രാമന് ബോധ്യപ്പെട്ടു. അവിടുന്ന് സമ്മതത്തിൽ തലയാട്ടി. അങ്ങയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കാം. പിറ്റേന്ന് പുലരുന്നതിന് മുമ്പ് മിഥിലയിലേക്ക് യാത്ര പുറപ്പെടുവാൻ തയ്യാറാവണമെന്ന നിർദ്ദേശം എല്ലാവർക്കും ലഭിച്ചു. വിശ്വാമിത്രൻ അതിരാവിലെ എഴുന്നേറ്റ് കുട്ടികളെ പ്രഭാത കൃത്യങ്ങൾക്കായി നദീതീരത്തിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ കാലങ്ങളിൽ യജ്ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നേരിടുന്ന കഷ്ടപ്പാടുകളെപ്പറ്റി പറയാൻ കിട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹം വികാരഭരിതനായി. രാക്ഷസന്മാരെ പിന്തിരിപ്പിക്കാനുള്ള തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ലക്ഷ്യം സാധിക്കാതെ പരാജയപ്പെട്ടതെങ്ങനെയെന്ന് അദ്ദേഹം അവരോട് വിവരിച്ചു. ആശ്രമത്തിൻ്റെയും പരിസര പ്രദേശത്തിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയ രാക്ഷസധ്വംസനത്തിന് അദ്ദേഹം തൻ്റെ കൃതജ്ഞത പ്രകാശിപ്പിച്ചു. ജനങ്ങൾ ഇപ്പോൾ എത്രമാത്രം സന്തുഷ്ടരും ഭയവിമുക്തരുമാണെന്ന് അവർ കലർപ്പറ്റ ശാന്തിയും ആനന്ദവും അനുഭവിക്കുകയാണെന്നും അദ്ദേഹം വിവരിച്ചു. സ്ഥലം നീരവും ശാന്തവും സുഖപ്രദവുമായിരുന്നു. മൃദുവായ മണലിരുന്ന് തൻ്റെ അടുത്തിരിക്കെത്തിയ രാജകുമാരന്മാരോട് ജനക ചക്രവർത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യജ്ഞത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതകളും വിവരിക്കുകയായിരുന്നു
വിശ്വാമിത്രൻ. ഈ വർണ്ണനയ്ക്കിടയിൽ ജനകന്റെ അധീനതയിലുള്ള അമൂല്യമായ ഒരു വില്ലിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആ വില്ല് അതുല്യമായ ശക്തിയുള്ളതാണെന്നും അസുലഭമായ കാന്തിയോടെ ശോഭിക്കുന്നുവെന്നും അവർ അത് കാണാതിരിക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അത് കേട്ടപ്പോൾ ആ വില്ല് ജനകന്റെ അധീനത്തിൽ എങ്ങനെ എത്തി എന്ന് രാമൻ ചോദിച്ചു. വിശ്വാമിത്രൻ പറഞ്ഞു, കേൾക്കൂ മകനെ, വർഷങ്ങൾക്ക് മുമ്പ് ദേവരഥൻ എന്ന മിഥിലാ ചക്രവർത്തി ഒരു ഗംഭീര യജ്ഞം നടത്തി. അതുപോലെയൊരു യജ്ഞം നടത്താൻ മനുഷ്യർക്കാർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. വലിയ ആധ്യാത്മിക നന്മകൾ നൽകാൻ കഴിവുള്ള യജ്ഞമായിരുന്നു അത്. ദേവന്മാരെയെല്ലാം ആ യജ്ഞം വളരെയേറെ പ്രസാദിപ്പിച്ചു. ആ യജ്ഞത്തിൽ സന്തുഷ്ടരായ ദേവകൾ സന്തോഷത്തിൻ്റെ സൂചനയായി അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ് ആ ദിവ്യധനുസ്. അത് ശൈവ ചാപമാണ്. അതിനെ ജനകൻ ദിവസവും യഥാവിധി പൂജിച്ചിരുന്നു. അദ്ദേഹം അതിൽ പൂവും ചന്ദനവും അർപ്പിച്ചിരുന്നു. കർപ്പൂരം കത്തിച്ചൊഴിഞ്ഞു സാമ്പ്രാണി പൊയ്ക്കുന്നു. അദ്ദേഹം ചാപത്തിൻ്റെ ദിവ്യ സന്നിധിയിൽ ഭക്തിപുരസരം ഭക്ഷ്യങ്ങളും പഴങ്ങളും നിവേദിക്കുന്നു. ദേവനോ ദേവദൂതനോ രാക്ഷസനോ ഭൂതമോ ആരായാലും ഈ വില്ല് പൊക്കാനോ അതിന് ഞാൻ കെട്ടാനോ സാധിക്കാത്ത വിധം അത്ര ദിവ്യമുള്ളതാണത്. അതിന് ഞാൻ കെട്ടാൻ ശ്രമിച്ച അനേകം രാജാക്കന്മാർ അപമാനിതരായി പോയിട്ടുണ്ട്. രാമ, നീ മഹാധീരനാണ്. നിനക്കത് പരിശോധിക്കാൻ കഴിയും. യജ്ഞത്തിൻ്റെ ഘട്ടത്തിൽ ഈ വില്ല് പ്രദർശനത്തിന് വച്ചേക്കാനിടയുണ്ട്. അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലൊരു സൗകര്യമാണ്. ലക്ഷ്മണൻ മിഥില ഏതു ഭാഗത്താണെന്ന് അന്വേഷിക്കുന്ന വിധം ദൃഷ്ടികൾ തിരിച്ചു. രാമൻ സന്തോഷപൂർവ്വം പറഞ്ഞു, തീർച്ചയായും നമുക്കത് കാണാം. ഞങ്ങൾ നാളെ അങ്ങയോടൊന്നിച്ചു വരാം. ഇത് കേട്ട് വിശ്വാമിത്രൻ വളരെ സന്തോഷിച്ചു. ഇരുട്ടായി. എല്ലാവരും എഴുന്നേറ്റ് സിദ്ധാശ്രമത്തിലേക്ക് നടന്നു. വിശ്വാമിത്രൻ ആശ്രമവാസികളെ എല്ലാം വിളിച്ചു. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിരിയുമ്പോൾ മിഥിലയിലേക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കണം എന്ന് ആജ്ഞാപിച്ചു. ഒരാൾ ചോദിച്ചു, ഗുരു, ഇവിടെ ഒരാളുമില്ലെങ്കിൽ ആശ്രമത്തിലെ നടപടികൾ എങ്ങനെ മുടക്കാതെ തുടർന്നു പോകും? ഓരോരുത്തരും സ്വന്തം കൃത്യങ്ങൾ അവ ഉള്ള ദിക്കിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ആശ്രമ നടപടികളുടെ ശരിയായ അനുഷ്ഠാനം. ആശ്രമവാസികളില്ലാതെ ആശ്രമത്തിന് പ്രത്യേക നടപടിക്രമം ഒന്നുമില്ല. ആശ്രയം അന്വേഷിക്കാവുന്നവർ ആശ്രമം രൂപപ്പെടുത്തുന്നു. ആശ്രിതന്മാരില്ലെങ്കിൽ ആശ്രമം ഇല്ല. ആശ്രിതന്മാർ എന്നോടുകൂടിയാവുമ്പോൾ എന്തിന് ആശ്രമത്തെയും നടപടിക്രമത്തെയും സംബന്ധിച്ച് വേവലാതിപ്പെടുന്നു? സാധന ചെയ്യേണ്ട ശിഷ്യന്മാരാണ് അത് ശ്രദ്ധിക്കപ്പെടേണ്ടത്. അതിനു പുറമെ ഈ സ്ഥലം ഇപ്പോൾ രാക്ഷസഭീതിയിൽ നിന്നും മുക്തമാക്കിയിരിക്കിയാൽ ആശ്രമത്തിന് യാതൊരു അപകടവും വരാനില്ല. എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവാണ് നമ്മുടെ ആശ്രയം. നമ്മൾ അവിടുത്തെ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് എല്ലാവരെയും രക്ഷിക്കും. വിശ്വാമിത്രൻ ഏതാണ്ട് അപരിചിതവും വികാരനിർഭരവുമായ സ്വരത്തിൽ സംസാരിച്ചു. തുടർന്ന്, നിങ്ങൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും ആശ്രമത്തിലെ ഉപകരണങ്ങളും പാത്രങ്ങളും എടുക്കുക. ഇവിടെയൊന്നും ബാക്കി വയ്ക്കേണ്ടതില്ല. ഏതാനും നവാഗതരായ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, നമ്മൾ എന്നാണ് ഇവിടെ തിരിച്ചു വരിക? ഇവിടെയല്ലാതെ ഇല്ലാത്ത കാലത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം എടുക്കാമല്ലോ. എന്തിന് ആവശ്യത്തിലെ അധികം പേര് വിഷമിക്കുന്നു? വിശ്വാമിത്രൻ പറഞ്ഞു, സമയം ശരീരത്തിൻ്റെ ഭൃത്യനല്ല, ശരീരമാണ് സമയത്തിൻ്റെ ഭൃത്യൻ. അതുകൊണ്ട് എപ്പോൾ എന്ന് നമുക്കൊരിക്കലും പറഞ്ഞുകൂടാ. ഞാൻ ഇവിടെ ഇനി വീണ്ടും വരുമോ ഇല്ലയോ എനിക്ക് സംശയമുണ്ട്. ഇത് കേട്ടപ്പോൾ ആശ്രമവാസികളുടെ ഹൃദയങ്ങൾ ഒരു നടുക്കം. അവർ കയ്യിൽ പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ വഴുതി നിലം പതിച്ചു. അവർക്ക് മറുപടി പറയാൻ വാക്കൊന്നും കിട്ടിയില്ല. അവർക്ക് പ്രതിഷേധിക്കുവാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ കുശപ്പുല്ല്, യജ്ഞാഗ്നിക്ക് ആവശ്യമായ ചമതകൾ, കർമ്മത്തിനുപയോഗിക്കുന്ന ഹോമപാത്രങ്ങൾ എന്നിവ അവർക്ക് വഹിക്കാവുന്നിടത്തോളം എടുത്ത് കെട്ടാക്കി. വിശ്വാമിത്രൻ്റെ വാക്കുകളുടെ അർത്ഥം ഒരു രഹസ്യമായിരുന്നു. അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം രീതിയിൽ അത് വ്യാഖ്യാനിച്ചു. എല്ലാവരും ഉറങ്ങാൻ പോയി. രാത്രി കഴിഞ്ഞു, നേരം പുലർന്നു. എല്ലാവരും യാത്രയ്ക്കൊരുങ്ങി. ആശ്രമവാതിലുകൾ അടയ്ക്കുകയും
പൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, വാതിലുകൾ അടയ്ക്കേണ്ട, അവ തുറന്ന നിലയിൽ തന്നെ കിടക്കട്ടെ. അത് നമ്മുടേതല്ല. ഇവിടെ വരുന്ന ആർക്കും അതിൽ പ്രവേശിക്കാം. ആശ്രമം എല്ലാ സമയത്തും വരുന്നവരെ സ്വാഗതം ചെയ്യണം. ഇന്ന് നമ്മളും ഈ ആശ്രമവും തമ്മിലുള്ള ബന്ധം അറ്റിരിക്കുന്നു. ഈ പ്രദേശത്തിലെ രക്ഷാദേവതകളെ, ഇനി മുതൽ സൗഖ്യത്തിൽ വളർന്നു വരിക. എൻ്റെ ശ്രമത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. പകരമായി എൻ്റെ കൃതജ്ഞതാപൂർണമായ ബഹുമാനം സ്വീകരിച്ചാലും. ഇനി നിങ്ങളെ രാക്ഷസക്കൂട്ടങ്ങളൊന്നും ഉപദ്രവിക്കുകയില്ല. നിങ്ങൾക്കിനി സമാധാനമായി ജീവിക്കാം. ധാരാളം സന്താനങ്ങളുമായി ക്ഷേമത്തോടും സുഖത്തോടും കൂടി ജീവിക്കാം. ഞാൻ സിദ്ധാശ്രമം ഉപേക്ഷിച്ചു പോവുകയാണ്. പുണ്യനദിയായ ഗംഗയുടെ ഉത്തരഭാഗത്ത് ഹിമാലയ പ്രദേശത്ത് താമസിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. വനദേവതകളുടെ നേരെയുള്ള ആദരവിൻ്റെ അടയാളമായി വിശ്വാമിത്രൻ നിലത്ത് ദണ്ഡ നമസ്കാരം ചെയ്തു. അനന്തരം രാമനോടും ലക്ഷ്മണനോടും ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരോടൊന്നിച്ച് അദ്ദേഹം യാത്ര ആരംഭിച്ചു. ആശ്രമവാസികൾ തങ്ങൾ ഇതുവരെ താമസിച്ചിരുന്ന വനമോ പർണശാലകളോ അല്ല, വിശ്വാമിത്രൻ എവിടെയോ അവിടെയാണ് തങ്ങളുടെ സ്ഥലം എന്ന് മനസ്സിലാക്കി. ഹിമാലയ പ്രദേശം തങ്ങൾക്ക് മുമ്പത്തെ സ്ഥലത്തിന് തുല്യമായി തന്നെ അഭികാമ്യമാകും എന്നവർക്ക് തോന്നി. അതുകൊണ്ട് അവരും വനദേവതകൾക്കും പർണശാലകൾക്കും കൃതജ്ഞതയും ആദരവും അർപ്പിച്ച് മഹർഷിയുടെ പിന്നാലെ നടന്നു. അവരിങ്ങനെ വടക്കു ഭാഗത്തുകൂടി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് പിന്നിലായി ആയിരക്കണക്കിന് മാനുകൾ, മയിലുകൾ, കാട്ടിലെ പക്ഷികളും മറ്റ് മൃഗങ്ങളും വാല് പൊന്തിച്ച് ഉത്കണ്ഠാകുലരായി ബദ്ധപ്പാടോടുകൂടി ഓടി വരുന്നത് കണ്ടു. വിശ്വാമിത്രൻ അവരുടെ നേരെ തിരിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഹേ ആരണ്യവാസികളെ, ഞാൻ പോകുന്ന പ്രദേശം നിങ്ങളുടെ ജീവിത രീതിക്കോ രക്ഷയ്ക്കോ സുരക്ഷിതാവസ്ഥയ്ക്കോ അനുയോജ്യമല്ല. ഈ വനമാണ് നിങ്ങളുടെ പ്രകൃതിദത്തമായ സ്ഥലം. നമ്മുടെ വിരഹത്തിൽ ദുഃഖിക്കരുത്. ഞങ്ങളെ അനുഗമിക്കരുത്. ഇവിടെ തന്നെ താമസിച്ചുകൊള്ളൂ. ഈശ്വരൻ നിങ്ങൾക്ക് ശാന്തിയും ആനന്ദവും പ്രദാനം ചെയ്യും. യാത്ര തുടരുന്നതിന് മുമ്പായി അദ്ദേഹം അവരോട് യാത്രാനുവാദം വാങ്ങി. ആ ദിവസത്തെ സഞ്ചാരം അവരെ സോന നദീ തടത്തിലെത്തിച്ചു. ആ സ്ഥലത്ത് അവർ രാത്രി കഴിച്ചുകൂട്ടി. അവർ നദിയിൽ സ്നാനം കഴിച്ചു, സന്ധ്യാവന്ദനം ചെയ്തു. അനന്തരം അവർ ഗുരുവിൻ്റെ ചുറ്റും കൂടി. അദ്ദേഹം പറയുന്ന കഥകൾ കേൾക്കാൻ അക്ഷമരായി. രാമൻ പറഞ്ഞു, ബഹുമാന്യനായ ഗുരു, ഈ പ്രദേശം ഫലഭൂയിഷ്ഠവും ക്ഷേമപൂർണവുമായി തോന്നുന്നു. ഇതിൻ്റെ പേരും ചരിത്രവും എന്താണ്? എനിക്കത് അറിയുവാൻ ആഗ്രഹമുണ്ട്. വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു, രാമ, ബ്രഹ്മാവിന് വെറും ഇച്ഛാശക്തിയിൽ ഒരു പുത്രനുണ്ടായി. അവന് കുശൻ എന്നു പേരിട്ടു. അദ്ദേഹം വലിയ തപസ്വിയായിരുന്നു. അദ്ദേഹം കുലീനമായ വിദർഭ രാജാവിൻ്റെ പുത്രിയെ പരിണയിച്ചു. ധർമാർത്ഥ കാമമോക്ഷങ്ങളായ ചതുർവിധ പുരുഷാർത്ഥങ്ങളെപ്പറ്റി അവർ ബോധവാന്മാരായിരുന്നു. നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. അവർക്ക് കുശനാഭൻ, അധൂർത്തരജകൻ, വസു എന്നിങ്ങനെ 4 പുത്രന്മാരുണ്ടായിരുന്നു. ഓരോരുത്തരും ധാർമ്മികതയിൽ പിതൃതുല്യർ. ധർമ്മനിഷ്ഠയിലും ആർജവത്തിലും താദൃശങ്ങളായ ക്ഷത്രിയ വർണ്ണത്തിൻ്റെ വൈശിഷ്ട്യങ്ങളിലും അവർ ഔന്നത്യം വെളിപ്പെടുത്തി. കുശൻ രാജ്യത്തെ 4 ഭാഗങ്ങളായി ഓരോ ഭാഗവും ഓരോരുത്തരെ ഏൽപ്പിച്ചു. ഇങ്ങനെ നിർദ്ദേശിക്കുകയും ചെയ്തു, മക്കളെ, നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ രാജ്യഭാഗത്തിലും ഭരണം നടത്തി അഭിവൃദ്ധി പ്രാപിക്കുക. അതിൽ പിന്നെ അവർ തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള പുതിയ കൃത്യങ്ങളിൽ പ്രവേശിക്കുകയും പിതാവിൻ്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. ഓരോരുത്തരും തങ്ങളുടെ രാജ്യത്തിന് പുതിയ തലസ്ഥാന നഗരി നിർമ്മിച്ചു. കുസംബൻ കൗസംബികയും കുശനാഭൻ മഹോദയവും അധൂർത്തരാജകൻ ധർമാരണ്യവും വസു ഗിരിവ്രജവും. രാമ, ഈ പ്രദേശം വസുവിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നമുക്ക് ചുറ്റും 5 ഗിരികളുണ്ട്. ഈ നഗരത്തിന് ഗിരിവ്രജം എന്ന് പേര് വന്നത് അതുകൊണ്ടാണ്. ഈ ശുഭനദി സോനയ്ക്ക് സുമഗാദി എന്നും പേരുണ്ട്. അതുകൊണ്ട് ഇതിനെ മഗധ എന്നും വിളിക്കുന്നു. ഇവിടെ മാഗധി കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു.
ഗിരിസാനുക്കളിൽ വെച്ച് ഒരു മുല്ലമാല പോലെ വസുവിൻ്റെ രാജപ്രൗഢി ഈ നദിയുടെ ഇരുകരകളിലും പെട്ട പ്രദേശങ്ങളെ നിത്യഹരിതവും ഫലസമൃദ്ധവുമായി തീരുവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പുത്രൻ കുശനാഭൻ ധർമ്മത്തിൻ്റെ സ്ഥിരപ്രതിഷ്ഠ നേടിയനായിരുന്നു. അദ്ദേഹം ധർമ്മനിഷ്ഠയുടെ സ്തംഭം തന്നെയാണെന്ന് പറയാം. അദ്ദേഹത്തിന് അനേകം പുത്രിമാരുണ്ടായി, പക്ഷേ ഒരൊറ്റ പുത്രനും ഉണ്ടായില്ല. ശാസ്ത്രങ്ങളിൽ നിർദ്ദിഷ്ടമായ അച്ചടക്ക രീതികളും നിയമപ്രകാരം അനുസരിച്ചുള്ള പെരുമാറ്റവും സ്വഭാവവും അദ്ദേഹം പുത്രിമാരിൽ വളർത്തി. ആത്മനിയന്ത്രണമാണ് ഒരാൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വിശിഷ്ട ദാനമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. അത് ഏറ്റവും സമൃദ്ധമായ ഫലവാഹിനിയായ യജ്ഞമാണ്. സത്യസന്ധനായിരിക്കാനുള്ള ഏറ്റവും സുന്ദരമായ മാർഗമാണത്. എല്ലാം ശരിയായ ചിന്തയും പ്രവർത്തനത്തിൻ്റെയും വേരാണത്. അവർ മുലപ്പാൽ കുടിച്ചു വളർന്ന കാലത്ത് തന്നെ അദ്ദേഹം അവർക്ക് ഈ പാഠം നൽകി. പിന്നീട് അവരെയെല്ലാം കാബില്യ നഗരത്തിൻ്റെ രാജാവായ ബ്രഹ്മദത്തന് വിവാഹം ചെയ്തു കൊടുത്തു. അവരെല്ലാം ഭർതൃഗൃഹത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതി ശൂന്യവും വന്ധ്യവുമായി തീർന്നു. കഷ്ടം! പ്രകാശപൂർണവും ഫലിതവും പൊട്ടിച്ചിരിയും കൊണ്ട് പ്രതിധ്വനിച്ചിരുന്ന ആ ഗൃഹം ഇന്ന് ഇരുളടഞ്ഞതും മൂകവും വിരസവും അഗാധമായ മ്ലാനമായിട്ടുള്ളതും ആയി തീർന്നിരിക്കുന്നു. പുത്രിമാർ നിങ്ങൾക്ക് എത്രയുണ്ടായാലും പിതൃഗൃഹം മുഷിപ്പുള്ളതും അപ്രസന്നവും ആക്കിക്കൊണ്ട് അവർ പോകേണ്ടി വരും. എനിക്കൊരു പുത്രനുണ്ടായിരുന്നുവെങ്കിൽ ഈ ദുര്യോഗം ഉണ്ടാകുമായിരുന്നില്ല. ഒരു പുത്രന് വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. ആ ഘട്ടത്തിൽ പിതാവായ കുശൻ അദ്ദേഹത്തെ സന്ദർശിക്കാനിടയായി. അപ്പോൾ പുത്രൻ ശോകാകുലനും ഉത്കണ്ഠാകുലനുമായിരിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചു. തൻ്റെ മനസ്സും ആകുലതയും അദ്ദേഹം പിതാവിന് തുറന്നു കാട്ടി. ഇത്രയും വ്യാകുലനായതിന് അദ്ദേഹം മകനെ ശാസിച്ചു. അദ്ദേഹം താമസിയാതെ അവനൊരു പുത്രനുണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അനുഗ്രഹം ഫലിച്ചു. അദ്ദേഹത്തിന് ഒരു മകൻ പിറന്നു. അവന് ഗാദി എന്ന് പേരിട്ടു. അവന് സദ്ഗുണ സമ്പന്നനായ രാജകുമാരനായി വളർന്നു. കുശന്റെ വംശത്തിൽ പിറന്നവനായതുകൊണ്ട് അവന് കൗശികൻ എന്ന് പേരുണ്ടായി. കുറേ കാലത്തിനു ശേഷം അവൻ്റെ സഹോദരിമാർ വിധവകളായി. ധർമ്മനിഷ്ഠയുള്ള പത്നികൾ എന്ന നിലയിൽ അവർ ആത്മാഹുതി ചെയ്ത് സ്വർഗം പ്രാപിച്ചു. അവർ ഹിമാലയത്തിൽ പുണ്യനദികളായി പിറന്നു. അവയെല്ലാം ഒന്നിച്ച് പ്രസിദ്ധമായ കൗശികി നദിയായി രൂപം കൊണ്ടു. സഹോദരിമാരിൽ ഏറ്റവും മൂത്തവളായ സത്യവതിയോട് കൗശികന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ നദിയുടെ കരയിൽ താമസിച്ച് സിദ്ധാശ്രമത്തിൻ്റെ സ്ഥിരവാസിയായി താൻ ഉദ്ദേശിച്ച യജ്ഞം ആർജവത്തോടുകൂടി വിധിയാവണ്ണം നടത്തുകയും ചെയ്തു. രാമ, നിന്റെ അമേയമായ വീരപരാക്രമം വഴി ഞാൻ അനുഷ്ഠിക്കാൻ നിശ്ചയിച്ച യജ്ഞം വിജയകരമായി പര്യവസാനിച്ചിരിക്കുന്നു. അത് ഫലം പ്രദാനം ചെയ്തിട്ടുമുണ്ട്. എൻ്റെ കഠിനവ്രതങ്ങളെല്ലാം നിറവേറ്റപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ മഹർഷിക്ക് ചുറ്റുമുണ്ടായിരുന്ന സന്യാസിമാർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, നമ്മുടെ ഗുരുവിൻ്റെ പൂർവികന്മാരുടെ കഥ കേട്ടതിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. ആനന്ദത്തിൻ്റെ എന്തൊരു മഹത്തായ ഉറവിടമാണ് ഈ കഥ. കുശവംശം തീർച്ചയായും പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പിറന്നവർ ദിവ്യത്വത്തിൽ ബ്രഹ്മാവിന് തുല്യരാണ്. ആ വംശം പ്രതിനിധീകരിക്കുന്ന എല്ലാറ്റിൻ്റെയും കാണപ്പെട്ട മൂർത്തിമത് രൂപമായ വിശ്വാമിത്ര മഹർഷിയെ സേവിക്കാൻ സൗകര്യം കിട്ടിയതിൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്. കഴിഞ്ഞ അനേകം ജന്മങ്ങളിൽ നേടിവെച്ച നന്മയുടെ ഫലമായിരിക്കണം ഈ സൗകര്യം. വിശ്വാമിത്രൻ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, രാമ, നിന്റെ ചോദ്യത്തിനുത്തരം പറയാൻ ഞാൻ പ്രേരിതനായിരുന്നില്ലെങ്കിൽ ഞാൻ ഇവയൊന്നും തന്നെ പറയുമായിരുന്നില്ല. അല്ലെങ്കിൽ ഈ ശരീരത്തെയും അതിൻ്റെ പൂർവഗാമികളെയും സംബന്ധിച്ച് യാതൊരു വസ്തുതകളും ഞാൻ വെളിപ്പെടുത്തുമായിരുന്നില്ല. രാത്രി കഴിഞ്ഞു, നമുക്കിനി വിശ്രമിക്കാം. ഉറങ്ങാൻ പോകുന്ന താമസം നാളത്തെ നമ്മുടെ യാത്രയുടെ ഗതിവേഗം കുറച്ചേക്കും. രാമ, നോക്കൂ, ചന്ദ്രൻ മരക്കൊമ്പുകൾക്കിടയിൽ കൂടി എത്തി നോക്കുന്നത് നിന്നെ ഒരു നോക്ക് കാണുവാനാണ്. ദീർഘനേരം സൂര്യൻ്റെ തീക്ഷ്ണ കിരണങ്ങളേറ്റ് സഹിച്ച ഭൂമിയെ തണുപ്പിച്ച് നവോന്മേഷം നൽകാനാണ് ചന്ദ്രൻ ശീതള രശ്മികളെ അയക്കുന്നത്. ആ രാത്രി ഓരോരുത്തരായി ഗുരുവിൻ്റെ പൂർവ്വപിതാക്കന്മാരെ സംബന്ധിച്ച കഥകൾ അയവിറക്കുകയായിരുന്നു. അവർ കാലത്തെ തന്നെ ഉറക്കമുണർന്ന് പ്രഭാതകൃത്യങ്ങളും ദൈനംദിനമുള്ള അനുഷ്ഠാനങ്ങളും നിർവഹിച്ചു. കൃത്യസമയത്ത് യാത്ര തുടങ്ങാനൊരുങ്ങി. അവർ വിശ്വാമിത്രൻ്റെ അടുത്ത് ചെന്ന് പാദ നമസ്കാരം ചെയ്തു. അതിനുശേഷം ഒരാൾ മറ്റൊരാളുടെ പിന്നാലെ എന്ന നിലയിൽ ഒരു ഭാഗത്തു നിന്നും
കൽപ്പനയ്ക്ക് കാത്തുനിന്നു. രാമൻ പറഞ്ഞു, ഗുരു, സോണ നദി ഈ ഭാഗത്ത് അത്ര ആഴമുള്ളതല്ല, വെള്ളം തെളിഞ്ഞതുമാണ്. നമുക്ക് നടന്ന് അക്കരെ കടക്കാം. തോണി വേണ്ട. വിശ്വാമിത്രൻ പറഞ്ഞു, മകനെ, നിനക്ക് പ്രദേശം പരിചയമുള്ളതല്ല, അതുകൊണ്ട് നമുക്ക് നടന്നടുക്കാവുന്ന ശരിയായ സ്ഥലം നിനക്കറിഞ്ഞുകൂടാ. ഞാൻ മുമ്പേ പോകാം, നിങ്ങൾ എന്നെ അനുഗമിച്ചോളൂ. മഹർഷി നദീതടത്തിലേക്ക് നടന്ന് മുന്നോട്ടു പോയി. ഓരോരുത്തരും സ്വന്തം ഭാണ്ഡം ചുമലിൽ തൂക്കിയിരുന്നു പതുക്കെയാണ് നടന്നത്. ജാഹ്നവി നദിയുടെ അടുത്തെത്തിയപ്പോൾ മധ്യാഹ്നമായി. സായിറാം.